നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു യുദ്ധവും ഇനി ലോകം ആഗ്രഹിക്കുന്നില്ല. സമാധാനമാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഭീകരവാദവും ഒപ്പം അതിനെതിരെ പോരാടുന്ന ഒരു ജനതയെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സംഘർഷമാകുന്ന ഭൂമിയും നാം കാണാറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ സമാനമായ സംഭവമാണ് US-ഉം ഇറാനും തമ്മിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. US-ഇറാൻ സംഘർഷത്തിൽ ആഗോള വിപണിയും ഉലയുകയാണ്. ഇറാൻ കമാൻഡർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഏഷ്യൻ ഓഹരി വിപണികൾ നഷ്ടം രേഖപ്പെടുത്തി. എണ്ണവിലയും സ്വർണ്ണവിലയും വർദ്ധിക്കുകയാണ്. ഏഷ്യൻ ഓഹരി വിപണികളിൽ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും സ്വർണ്ണവിലയും കുത്തനെ കൂട്ടി. ക്രൂഡ് ഓയിൽ വില ബാരലിൽ 3% വർദ്ധിച്ചത്. ഇത് അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ എണ്ണവിലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം മികച്ച മുന്നേറ്റം നടത്തിയിരുന്ന ചൈനീസ് ഓഹരി വിപണി പൊടുന്നനെ 0.25% നഷ്ടം രേഖപ്പെടുത്തി. 2018 ശേഷമുള്ള മികച്ച സൂചികളിൽ ഉണ്ടായിരുന്ന ജാപ്പനീസ് ഓഹരി വിപണിയും ഉലഞ്ഞു. 0.26% ഇടിവ് ജപ്പാനിൽ രേഖപ്പെടുത്തി. അതേസമയം ഓസ്ട്രേലിയൻ ഓഹരി വിപണി ഈ വാർത്തയ്ക്ക് പിന്നാലെ 0.66% നേട്ടമുണ്ടാക്കി. നിക്ഷേപകർ കൂടുതൽ സുരക്ഷിത നിക്ഷേപം തേടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില കൂടുതൽ ഉയരാനും സംഘർഷം വഴിവെച്ചേക്കും. അതേസമയം ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വ്യോമാക്രമണം നടത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഗുഡ് സൈനിക കമാൻഡർ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ അമേരിക്കക്കെതിരെ താക്കീതുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനി സുലൈമാനിയുടെ മരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ലെന്നും ഇറാൻ സൈന്യത്തിന്റെ ആത്മവീരം ഇരട്ടിക്കുകയാണ് ചെയ്തതെന്നും ഖാംനഈ പറയുന്നു. ഭൂമിയിലെ ഏറ്റവും ക്രൂരരായ മനുഷ്യരാണ് ബഹുമാന്യനായ മേജർ ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത്. ലോകത്തെ കൊള്ളയടിക്കുന്നവർക്കും പിശാചുക്കൾക്കുമെതിരെ വർഷങ്ങളോളം പോരാടിയ ധീരനായിരുന്നു അദ്ദേഹം. ജനറൽ സുലൈമാനി അടക്കമുള്ളവരുടെ രക്തം ചിന്തിയ ക്രിമിനലുകൾ രൂക്ഷമായ പ്രതികാരത്തിനായി കാത്തിരുന്നു കൊള്ളുക. അദ്ദേഹം ചെറുത്തുനിൽപ്പിന്റെ അന്താരാഷ്ട്ര മുഖമായിരുന്നു. പ്രതിരോധത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പകരം ചോദിക്കുന്നവരായിരിക്കുന്നു. ആയത്തുള്ള അലി ഖാംനഈ നിസ്വാർത്ഥനും പ്രിയപ്പെട്ടവനുമായ സുലൈമാനിയുടെ മരണം വേദനയുണ്ടാക്കുന്നതാണെങ്കിലും കൊലപാതകികളുടെയും അക്രമികളുടെയും ജീവിതം ഇനി കൂടുതൽ വേദനാപൂർണമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ പരാജയത്തിലുള്ള നിരാശയും ദൗർബല്യവും മറച്ചുവെക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടേതെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി പറയുന്നു. കൊലപാതകവും ഇറാന്റെ ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അമേരിക്കക്കെതിരെ നിലകൊള്ളുന്ന മറ്റു രാജ്യങ്ങളുടെയും ആത്മവീരം ഇരട്ടിക്കുകയാണ് ചെയ്തതെന്ന് റുഹാനി പറഞ്ഞു. കൊലപാതകങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വിദേശമന്ത്രി ബ്രിഗേഡിയർ ജനറൽ ആമിർ ഹത്താമി പറയുന്നു. ഇതൊന്നും എത്തിപ്പെടുന്നത് വലിയ സംശയങ്ങളിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.